ശരിയായ സമയത്ത് നിന്നെ അവിടെ അവരുടെ മുൻപിൽ എൻ്റെ ദൈവം കൊണ്ടുചെന്ന് നിർത്തും. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്നത് പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമന്യ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം. അപ്പോൾ ആ സമയം അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയല്ലേ? എപ്പോഴാണ് ആ സമയം? ഒരുപാട് നാളായി പാസ്റ്ററെ പ്രാർത്ഥിക്കുന്നല്ലോ, എൻ്റെ സമയം മാത്രം വരുന്നില്ല, എൻ്റെ നമ്പർ മാത്രം വരുന്നില്ല. ആമേൻ. ആ ചോദ്യത്തിന് കർത്താവ് ഉത്തരം നൽകുകയാണ്, കറക്റ്റായ സമയത്തിന്. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ പിണങ്ങും, ഇത് കുറേ ആയിട്ട് കേൾക്കുന്നതാണ് പാസ്റ്ററെ, തക്ക സമയം, ദൈവം ഉയർത്തുന്ന സമയം, എവിടെ എവിടെ എവിടെയെന്ന്. വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടൊപ്പം വന്നാട്ടെ. ഇത് നിങ്ങളുടെ ലൈഫിനെ ചേഞ്ച് ചെയ്യുന്ന ദൈവിക ആലോചന. രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകം 8-ാം അധ്യായം 5-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു: മരിച്ചുപോയവനെ ജീവിപ്പിച്ച വിവരം അവൻ രാജാവിനെ കേൾപ്പിക്കുമ്പോൾ തന്നെ അവൻ മകനെ ജീവിപ്പിച്ചു കൊടുത്തിരുന്ന സ്ത്രീ വന്നു തൻ്റെ വീടും നിലവും സംബന്ധിച്ച് രാജാവിനോട് സങ്കടം ബോധിപ്പിച്ചു. അപ്പോൾ ഗേഹസി, യജമാനനായ രാജാവേ, ഇവൾ തന്നെ ആ സ്ത്രീ, എലീശ ജീവിപ്പിച്ചു കൊടുത്ത മകൻ ഇവൻ തന്നെ എന്ന് പറഞ്ഞു. നോക്കൂ, ദൂതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ വിവരണം. ചില വ്യക്തികളെക്കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. എലീശ നമുക്കറിയാം, പ്രവാചകനാണ്. ആ എലീശയുടെ ഒരു അത്ഭുതത്തെക്കുറിച്ച് എലീശയുടെ ശിഷ്യനായ ഗേഹസി ഒരു പ്രധാന സ്ഥലത്ത് അഥവാ രാജാവിൻ്റെ മുമ്പിൽ നിന്ന് വിവരിച്ചു കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഗുരുവായ പ്രവാചകൻ ഇങ്ങനെയാണ്, ഞങ്ങൾ പറയുന്നത് പോലെ തന്നെ ഞങ്ങളുടെ യേശു ഇങ്ങനെയാണ്. ആമേൻ. നിങ്ങൾ കേൾക്കുന്നത് യേശു ഒത്തിരി പേരുടെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങളുടെ അതിൻ്റെ ഒരു തുടർച്ചയാണ്. ആ അത്ഭുതങ്ങളിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നത്, വെറുതെ സംസാരിക്കുകയല്ല. ബൈബിൾ വായിക്കുന്നത് കൊണ്ടോ അല്ല, കർത്താവ് പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങളെ അടിസ്ഥാനപ്പെടുത്തി നിങ്ങളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഗേഹസിയെ പോലെ ഗേഹസി പറയുകയാണ്, എൻ്റെ യജമാനൻ അല്ലെങ്കിൽ എൻ്റെ ഗുരു, അവൻ മരിച്ചുപോയൊരു കുഞ്ഞിനെ ഒരു സ്ത്രീക്ക് വേണ്ടി ജീവിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. നോക്കൂ, ആ സമയത്ത് ആ ഒക്കേഷനിൽ ആ സ്ത്രീയും അവിടെ കടന്നു വരുന്നുണ്ട്. അപ്പോൾ ഗേഹസി എലീശയെക്കുറിച്ച് രാജാവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആരെക്കുറിച്ചാണ്? ശൂന്യംകാരത്തി എന്ന, അതെ, ആ സ്ത്രീയെക്കുറിച്ച്. അവളുടെ മകൻ മരിച്ചുപോയി, ആ മകനെ എലീശ എന്ന എൻ്റെ പ്രവാചകൻ ജീവിപ്പിച്ചു. രാജാവ് ഇങ്ങനെ ബ്ലണ്ടർ അടിച്ചിരിക്കുകയാണ്. ഇവ ഇത്രമാത്രം കള്ളങ്ങളൊക്കെ പറയുമോ? നമ്മൾ സ്വാഭാവികമായിട്ട് അങ്ങനെയാണല്ലോ. പലപ്പോഴും നമ്മുടെയൊക്കെ സാക്ഷ്യം പറയുമ്പോൾ പലരും ഇങ്ങനെ കേട്ടിരിക്കും, കൊള്ളാം കൊള്ളാം, എന്തു കള്ളമാണ് പറയുന്നത് അല്ലേ? ലൈവിലൊക്കെ ചില കമൻറ്റുകൾ വരുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പോൾ അതുപോലെ രാജാവ് ഇങ്ങനെ ബ്ലണ്ടർ അടിച്ചിരിക്കുകയാണ്. ആ സമയത്ത് ഒരു ഭയങ്കരമായ എൻട്രി ആരുടെ? ഈ സ്ത്രീയുടെ, ശൂന്യംകാരത്തിയുടെ. ഇവൾ വന്ന ഉടനെ ഗേഹസി പറയുക, നോക്ക് രാജാവേ, ഞാൻ പറഞ്ഞത് കേട്ടല്ലോ, ഇവളെക്കുറിച്ചാണ്. സ്തോത്രം, ആമേൻ. അപ്പോൾ ഇത്രയും അങ്ങനെ അവിടെ നിൽക്കട്ടെ. ദൂതിലേക്ക് വരാം. ഇവൾ 7 വർഷത്തിനു മുമ്പ് ദേശത്ത് ക്ഷാമം വന്നപ്പോൾ പ്രവാചകൻ്റെ വാക്ക് കേട്ടിട്ട് ദേശത്തു നിന്ന് പോയി. അവളുടെ വയലും വീടും അവൾക്കുള്ള നിലങ്ങളും എല്ലാം വിട്ടിട്ട് മറ്റൊരു ദേശത്തേക്ക് പോയി. ക്ഷാമകാലം കഴിയണമല്ലോ, ഇന്നത്തെ പോലെ അല്ല, അന്നങ്ങനെ അതിജീവനം, പലായനം. 7 വർഷം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഇവൾക്കുള്ളതെല്ലാം വേറെ കുറേ പേര് കവർന്നെടുത്തു. സ്തോത്രം. നീ രക്ഷപ്പെടാൻ വേണ്ടി, ജീവിക്കാൻ വേണ്ടി അല്പം ഒന്ന് മാറി നിന്നപ്പോൾ ചിലരൊക്കെ പലതും കയറി കവർന്നെടുത്തു. അങ്ങനെ നഷ്ടപ്പെട്ടവരായ ചിലർ എന്നെ കേൾക്കുന്നുണ്ട്. ആമേൻ. നഷ്ടപ്പെട്ടവനായി തുടരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. സാഹചര്യം മുതലെടുത്ത്, അവസരം മുതലെടുത്ത് നിന്നിൽ നിന്ന് കവർന്നെടുത്തത് എൻ്റെ കർത്താവ് അധികാരമുള്ളവരെ കൊണ്ട് നിനക്ക് തിരികെ തരുവിപ്പിക്കുവാൻ പോവുക. താങ്ക് യു യേശുവിൻ നാമത്തിൽ. ആ കേസ് നീ വിജയിക്കുവാൻ പോവുക. ആ കോടതി വിധി നിനക്ക് അനുകൂലമായി വരുവാൻ പോവുക. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ആമേൻ. നോക്കൂ, ഇനി ഈ സ്ത്രീ ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ മുമ്പാണ് വന്നിരുന്നതെങ്കിൽ, രാജാവിനോട് പറഞ്ഞിരുന്നതെങ്കിൽ, രാജാവിന് ഇത് മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനൊക്കെ പാടായിരിക്കും. ഇന്നത്തെ പോലെയൊന്നുമില്ല, പ്രമാണങ്ങളൊന്നും ഇല്ല. അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ നഷ്ടപ്പെട്ടു പോയിരിക്കാം. വ്യാജ പ്രമാണമൊക്കെ ചെയ്തു. ഇന്നത്തെ കാലത്ത് പോലും എനിക്ക് 3.5 സെൻറ്റ് സ്ഥലം ഞാൻ വാങ്ങി എൻ്റെ അമ്മയ്ക്കുണ്ടായിരുന്ന 3.5 സെൻറ്റിനോട് ചേർത്ത് വീട് വെച്ചു.
അവിടെ നിന്ന് എന്നെ എൻ്റെ വീട്ടുകാരെല്ലാവരും കൂടെ ചേർന്നു എൻ്റെ അനിയൻ ഉൾപ്പെടെ തല്ലി ഇറക്കി വിട്ടു. ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ അവിടെ നോക്കിയപ്പോൾ എൻ്റെ 3.5 സെൻറ്റിന് എൻ്റെ അനിയൻ അവൻ്റെ ഭാര്യയുടെ പേരിലോട്ട് എനിക്ക് വസ്തു തന്നവരുമായി ചേർന്ന് വീണ്ടും പ്രമാണം ചെയ്തെടുത്തിരിക്കുന്നു. അപ്പം എൻ്റെ വസ്തു കാണാനില്ല. അയ്യോ എൻ്റെ വസ്തു അവിടെ, എൻ്റെ വസ്തു അവിടെ. അയ്യോ, മനുഷ്യൻ്റെ ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. അയ്യോ, നമ്മളെ തന്നെ ഇവർ കറുത്ത് കുറിച്ച് അവയവങ്ങളൊക്കെ കീറിയെടുക്കാത്തത് എന്തോ വലിയ ഭാഗ്യം. അപ്പോൾ ഞാനിത് സാന്ദർഭികവശാൽ പറഞ്ഞതാ, അത് പോട്ടെ, വാർത്ത ഇതിരുന്നെങ്കിൽ തീർന്നോട്ടെ. അപ്പോൾ ഈ ശൂര്യകാലത്തിയുടെ കാലം, അന്ധക്കാലം, അന്നാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ട്. രാജാവിന് ഇതൊക്കെ കണ്ടെത്തിയാനായിട്ട് പാടാണെന്ന്. പക്ഷേ കറക്റ്റ് സമയത്ത് ഒരു സമയമുണ്ട്. ഇതിനൊക്കെ ഒരു സമയമുണ്ട്. ഈ ഉടായിപ്പും തട്ടിപ്പും, സഹോദരി കേൾക്ക്, നീ സങ്കടപ്പെടണ്ട, സഹോദര സങ്കടപ്പെടണ്ട. ഒരു സമയമുണ്ട്. ദൈവം നിനക്ക് വേണ്ടി നീതി വെളിപ്പെടുത്തുന്ന ഒരു സമയമുണ്ട്. ചിലതിൻ്റെയൊക്കെ തലവര മാറുന്നൊരു സമയമുണ്ട്. ധൈര്യമായിട്ടിരിക്കുക. ആമേൻ. അപ്പോൾ ഇത് കേട്ടോണ്ടിരിക്കുമ്പോഴാണ്, മീൻസ് കറക്റ്റ് സമയത്ത് അവൾ കടന്നു വരുന്നത്. അപ്പോൾ തന്നെ രാജാവ് സ്ത്രീയോട് ചോദിക്കുകയാണ്. അവളും അത് വിവരിച്ചു പറഞ്ഞു ഈ സാക്ഷ്യം. രാജാവ് ഒരു ഉദ്യോഗസ്ഥനെ നിയമിച്ചു. അവൾക്കുണ്ടായിരുന്നതൊക്കെയും അവൾ ദേശം വിട്ടുപോയ നാൾ മുതൽ ഇതുവരെയുള്ള നിലത്തിൻ്റെ ആദായവും അവൾക്ക് കൊടുക്കണമെന്ന് കൽപ്പിച്ചു. നോക്കൂ, നഷ്ടപ്പെട്ടതും തിരിച്ചു കൊടുത്തു, അതുവരെ എടുത്ത ആദായവും തിരിച്ചു കൊടുത്തു. എങ്ങനെയൊക്കെ പറ്റിച്ചെടുത്താലും, എങ്ങനെയൊക്കെ ഉടായ്പ് കാണിച്ചാലും തിരികെ കൊടുക്കേണ്ടി വരുന്ന ഒരു നാൾ വരും. നിങ്ങൾ തിരികെ പ്രാപിക്കുവാൻ പോകുക. മീൻസ് അതിന് തക്കവണ്ണം തക്ക സമയത്ത് നിങ്ങളെ കർത്താവ് ചില ഇടങ്ങളിൽ കൊണ്ടുവന്ന് നിർത്തുവാൻ പോകുക. സഹോദരി, നിൻ്റെ ഫാമിലി ലൈഫ് തിരികെ വരുവാൻ തക്കവണ്ണം തക്ക സമയത്ത്, അല്പം ഒന്ന് വെയിറ്റ് ചെയ്യും, തക്ക സമയത്ത് എൻ്റെ കർത്താവ് കൊണ്ടുവന്ന് നിർത്തും. മാതാവ്, പിതാവ്, നിങ്ങളുടെ മക്കളുടെ ലൈഫ് ചേഞ്ച് ആകുവാൻ തക്കവണ്ണം തക്ക സമയത്ത്, അവിടെ തക്ക സമയത്ത്, സഹോദര സഹോദരി, നീ ആയിരിക്കുന്ന രാജ്യത്ത് ശരിയായ സമയത്ത് നിന്നെ ഇൻ്റർവ്യൂ ബോർഡിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തും. നീ പലപ്പോഴും അവിടെ ഇൻ്റർവ്യൂവിന് പോയിട്ടുള്ളതാണ്, ജോലിയുണ്ടോ എന്ന് അന്വേഷിച്ചിട്ടുള്ളതാണ്, പക്ഷേ ഇല്ലായിരുന്നു, അപ്പോഴില്ലായിരുന്നു. പക്ഷേ സമയം വരുന്നു, അവർക്ക് ജോലിക്കാരെ ആവശ്യമുള്ള ആ സമയത്ത് എൻ്റെ ദൈവം നിന്നെ കൊണ്ടുപോയി നിർത്തും. അവിടെ സീറ്റ് ഒഴിവുള്ള സമയത്ത് എൻ്റെ ദൈവം നിന്നെ കൊണ്ടുപോയി നിർത്തും. അവിടെ നിനക്ക് വേണ്ടി അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുക്കപ്പെടുന്ന സമയത്ത് എൻ്റെ ദൈവം കൊണ്ടുപോയി നിർത്തും. തക്ക സമയം അതാ. നോക്കൂ, ഈ സ്ത്രീ കുറച്ച് നേരത്തെ വന്നതാണെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കത്തില്ല. സ്തോത്രം. പക്ഷെ ഇവിടെ അവൾക്കൊപ്പം ഒരു ഉദ്യോഗസ്ഥനെയും ദൈവം അയക്കുക, രാജാവ് അയക്കുക. ഞാനിങ്ങനെ പറയും, നിനക്കൊപ്പം ദൈവം അധികാരികളെ നിർത്തും. ആമേൻ. ഇതുവരെ അവർ പണം കൊണ്ട് അധികാരികളെ വിലയ്ക്ക് വാങ്ങി. എൻ്റെ ദൈവം ചില അധികാരികളെ നിനക്ക് വേണ്ടി കൽപ്പിച്ചാക്കും. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ? നിൻ്റെ കുടുംബത്തിന് വേണ്ടി, നിൻ്റെ തലമുറകൾക്ക് വേണ്ടി, സഹോദര, നിൻ്റെ ബിസിനസ്സിന് വേണ്ടി അധികാരികളെ എൻ്റെ ദൈവം കൽപ്പിച്ചാക്കും. നിൻ്റേതൊന്നും നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ വേണ്ടി, നിനക്ക് അർഹതപ്പെട്ടത് മറ്റുള്ളവർ കവർന്നെടുക്കാതിരിക്കുവാൻ വേണ്ടി അധികാരികളെ എൻ്റെ ദൈവം നിനക്കൊപ്പം നിർത്തും. ഓ ഫലമാശിക്കൻ, അധികാരികളിൽ നിന്ന് നിനക്ക് അനുകൂലമായ ഉത്തരവുകൾ ഉണ്ടാകും. ശരിയായ സമയം ദൈവത്തിന് അറിയാവുന്ന ശരിയായ സമയം, ഇവൾ വരുന്ന സമയം ദൈവത്തിന് അറിയാം. കാരണം ഇവൾ ശൂന്യംകാരത്തി, ഇവൾ ദൈവത്തിൻ്റെ പ്രവാചകന് വേണ്ടി മാളിക മുറി ഒരുക്കി സേവ ചെയ്തവളാണ്. നീ കർത്താവിന് വേണ്ടി നിന്നവനാണ്, കർത്താവിന് വേണ്ടി നിൽക്കുന്നവളാണ്. പ്രഷർ ഫാമിലിക്കൊപ്പം ചേർന്നായിരിക്കുന്ന സഹോദര സഹോദരി, നിരാശപ്പെട്ടു പോകരുതേ. ശരിയായ സമയത്ത് കർത്താവ് നിന്നെ ചില ഘട്ടങ്ങളിൽ കൊണ്ട് നിർത്തും. നിനക്ക് വേണ്ടി ചിലരെ ഒരുക്കും. നീ പ്രതീക്ഷിക്കുന്നത് ലഭിക്കുവാൻ തക്കവണ്ണം ഒരു അന്തരീക്ഷത്തെ അവിടെ ഉരുവാക്കും. ഓ താങ്ക് യു ലോർഡ്. ദൈവപ്രവൃത്തിക്കായുള്ള ഒരു അന്തരീക്ഷത്തെ, നിൻ്റെ ലൈഫ് മാറ്റുന്ന ഒരു അന്തരീക്ഷത്തെ ദൈവം അവിടെ ഉരുവാക്കും. ഇത് യാദൃശികമായി സംഭവിക്കുന്നതല്ല. നിരന്തരമായ പ്രാർത്ഥനയുടെയും ശക്തിയേറിയ കൂട്ടായ്മയുടെയും ഉപവാസത്തിൻ്റെയും പിൻബലത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. നിരന്തരമായ പ്രാർത്ഥനയും ശക്തിയേറിയ കൂട്ടായ്മയും ഉപവാസത്തെ തുടർന്ന് സംഭവിക്കുന്നതാണ്. നിങ്ങൾക്കതിനുള്ള അവസരമുണ്ട്. എല്ലാ ദിവസങ്ങളിലും നമ്മളിതുപോലെ പ്രഭാതമന്നെ എന്ന യൂട്യൂബ് മെസ്സേജിലൂടെയും ലൈവിലൂടെയും നമ്മൾ ഒരുമിച്ചായിരിക്കും. ശുഭയാത്ര യേശുവിലൂടെ യേശുവെങ്കിലേക്ക് എന്നാണ് ആ ലൈവിൻ്റെ പേര്. നിങ്ങൾക്ക് രാവിലെ പ്രഷർ ഫാമിലി ഗ്ലോബൽ നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ അത് അനുഭവിക്കുവാനായിട്ട് കഴിയും. പ്രാർത്ഥിച്ച് ഓരോ ദിവസവും ആരംഭിക്കുവാനായിട്ട് കഴിയും. അതുപോലെ ഞായറാഴ്ച സഭയുടെ മീറ്റിങ്ങുകളുണ്ട്. രാവിലെ 10 മണി മുതൽ തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവിള പ്രഷർ ഫാമിലി വർഷിപ്പ് സെൻറ്ററിൽ വെച്ച് ഞായറാഴ്ച 10 മണിക്ക് സഭാരാധന, വെള്ളിയാഴ്ച 11 മണി മുതൽ ഉപവാസ പ്രാർത്ഥന ലൈവുണ്ട്.
ചൊവ്വാഴ്ച സഹോദരിമാരുടെ മീറ്റിംഗ് ഉണ്ട്. ബ്ലെസ്സിങ് ആണ്, കടന്നു വന്ന് നോക്കുക. അപ്പോൾ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കണ്ട. നമുക്ക് ഒരുമിച്ച് മുന്നേറാം. പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് നിങ്ങൾക്ക് ഉപവസിക്കുവാനും പ്രാപിക്കുവാനും അവസരമുണ്ട്. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും നിങ്ങളുടേത് മാത്രമായ ഒരു ഉപവാസം ക്രമീകരിക്കുവാൻ കോൺടാക്ട് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾ അപ്പോൾ അറിയിക്കാം. നിങ്ങളായിരിക്കുന്ന സ്ഥലം നോക്കണ്ട, സാഹചര്യം നോക്കണ്ട, ഉപവാസം സാധ്യമാണ്. കണ്ണടച്ച വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, കേൾപ്പിച്ച വചനത്താൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ആ ശരിയായ സമയത്ത് സ്വർഗം ഇവരെ ചിലയിടങ്ങളിൽ നിർത്തി അങ്ങ് മാനിക്കുവാൻ പോകുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു കർത്താവേ. ഈ ദിവസങ്ങൾ ആ ശരിയായ സമയം ഒരുങ്ങപ്പെടട്ടെ. ഇവർക്ക് ജോലി ലഭിക്കുന്ന, ഇവരുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടുന്ന, ഇവർ നന്മകൾ പ്രാപിക്കുന്ന, അങ്ങയുടെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടുന്ന ആ ശരിയായ സമയം, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ഇവരെന്നായിരിക്കുന്ന എല്ലാ അവസ്ഥകളും മാറട്ടെ. പ്രതികൂലങ്ങളും പ്രതിസന്ധികളും മാറിപ്പോകട്ടെ. അങ്ങയുടെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇതുവരുടെ അത്ഭുതത്തിൻ്റെ ദിവസമായി തീരട്ടെ. യേശുവേ, അങ്ങ് ഇവരോട് കൂടിയിരിക്കണമേ. അങ്ങ് ഇവരെ മാനിച്ച് അനുഗ്രഹിക്കണമേ അപ്പാ. താങ്ക് യു ലോർഡ്. രോഗികളായി ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗങ്ങളും യേശുവിൻ നാമത്തിൽ വിട്ടുമാറട്ടെ. ജോലി ചെയ്യുവാൻ കഴിയാതെ പലയിടങ്ങളിൽ രോഗത്താൽ ഒതുക്കപ്പെട്ടു പോകുന്നവരങ്ങ് പുറത്തു കൊണ്ടുവരണേ. ഡിപ്രഷനുകൾ മാറിപ്പോകട്ടെ. പലയിടങ്ങളിൽ ഡിപ്രഷനിലായി പോകുന്ന മക്കളെ, സഹോദരിമാരെ, മാതാപിതാക്കളെ സ്വർഗം അങ്ങ് പുറത്തു കൊണ്ടുവരണമേ. ഭവനങ്ങളില്ലാത്തവർക്ക് ഭവനങ്ങളെ നൽകണമേ. വസ്തുക്കളില്ലാത്തവർ വസ്തുക്കൾ വാങ്ങട്ടെ. ആഹാരം കഴിക്കുവാൻ നിവൃത്തിയില്ലാതെ ഭാരപ്പെടുന്നവർ, ദാരിദ്ര്യങ്ങൾ മാറട്ടെ കർത്താവേ. ശുശ്രൂഷകൾ ചെയ്യുന്നവരെ അങ്ങ് അനുഗ്രഹിച്ചാട്ടെ. ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കണമേ. സ്വദേശത്തും വിദേശത്തും ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ. തലമുറകളുടെ വിദ്യാഭ്യാസം ഭാവി അനുഗ്രഹമായി തീരട്ടെ. ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുങ്ങട്ടെ. വിവാഹബന്ധങ്ങൾ നടക്കട്ടെ. കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. താങ്ക് യു ലോർഡ്. ആത്മീയ ഭൗതിക ജീവിതത്തിൽ വലിയൊരു മുന്നേറ്റത്തെ സ്വർഗമങ്ങ് സാധ്യമാക്കി തീർക്കണമേ. ഇവർ ചില സ്ഥാനങ്ങളിൽ നിൽക്കുകയും പ്രാപിക്കുകയും ചെയ്യുന്ന ദിവസങ്ങൾ മാറട്ടെ. IELTS, OET, MOH എക്സാമുകൾ എഴുതി പരാജയപ്പെട്ടവർ ജയത്തിലേക്ക് വഴി നടക്കട്ടെ. വിസകൾ സ്റ്റാമ്പ് ചെയ്ത് വരട്ടെ. PRകൾ ലഭിക്കട്ടെ. വർക്ക് പെർമിറ്റുകൾ ലഭിക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക മാത്രമല്ല, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർത്ത് നിർത്തുക. ഈ മെസ്സേജുകൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പ്രൈസർ ഫാമിലിയെക്കുറിച്ച് പറയുക. പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, പ്രാപിക്കാം. നാളെ പകലിൽ ദൈവം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ടെങ്കിലും വെച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെയായിരിക്കും. അതുവരേക്കും പ്രിയർ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രൈസർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.